തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള അധ്യക്ഷൻ ഉപാധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് ഈ മാസം 26, 27 തീയതികളിൽ. ഈ മാസം 21-നാണ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. വോട്ടെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് ജനുവരി 13-ന് നടക്കും. മനീഷ് മഹിപാൽ തിരുവനന്തപുരത്തും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തുടർ നടപടികളാണ് ഇപ്പോൾ ഈ പറയുന്ന അധ്യക്ഷൻ ഉപാധ്യക്ഷൻ തെരഞ്ഞെടുപ്പ്. അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്? അപ്പം തന്നെ മാറ്റിവെച്ച തെരഞ്ഞെടുപ്പുകൾ അത് ജനുവരി 13-ന് നടക്കുമെന്ന് അറിയുന്നു. വിവരങ്ങൾ. പ്രജിൻ, നിലവിൽ ഈ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21-ന് നടക്കും. അങ്ങനെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഈ മാസം 26-നും 27-നുമാണ് അധ്യക്ഷൻ ഉപാധ്യക്ഷൻ ഈ മുനിസിപ്പാലിറ്റി, ഗ്രാമപഞ്ചായത്ത്, കോർപ്പറേഷനിൽ തിരഞ്ഞെടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മാറ്റിവെച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് കൂടി, അതിന്റെ തീയതി കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 തദ്ദേശ വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ് ജനുവരി 13-ന് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ വോട്ടെണ്ണൽ ജനുവരി 14-ന് നടക്കുമെന്നുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്നത്. അതിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ, ഡെപ്യൂട്ടി മേയർ തുടങ്ങിയ തെരഞ്ഞെടുപ്പ് 26-ന് ഉച്ചയ്ക്ക് ശേഷവും ചെയർപേഴ്സൺ, മേയർ തെരഞ്ഞെടുപ്പ് 26-ന് പകൽ രാവിലെ 10:30 നടക്കും. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പ്രസിഡന്റുമാർ 27-ന് തെരഞ്ഞെടുക്കും. ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥിയെ ഒരാൾ നാമനിർദ്ദേശം ചെയ്യണം, അത് സ്വാഭാവികമായ നടപടിയാണ്. ഒപ്പം തന്നെ മറ്റൊരാൾ പിന്താങ്ങേണ്ടതുണ്ട്. ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ വോട്ടെടുപ്പ് ഓപ്പൺ ബാലറ്റിലൂടെയാണ്. ഈ 3 തദ്ദേശ സ്ഥാപനങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ വിഴിഞ്ഞം വാർഡ്, മലപ്പുറം മുത്തേട ഗ്രാമപഞ്ചായത്തിലെ പായിപ്പാടം വാർഡ്, എറണാകുളം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ വാർഡ് എന്നീ 3 തദ്ദേശ സ്ഥാപനങ്ങളിലാണ് നേരത്തെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത്. അത് ഡിസംബർ 24 വരെ അവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന ഡിസംബർ 26-നും വോട്ടെണ്ണൽ ജനുവരി 14-ന് കൂടി നടക്കും. മനീഷ് മഹിപാലാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.